ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു കാലമായി മലയാള സിനിമയിൽ ഇല്ലാതിരുന്ന നടനാണ് ജയറാം എന്ന് വിചാരിച്ച് മറ്റു ഭാഷകളിൽ അദ്ദേഹം തിളങ്ങി നിൽക്കുകയാണ്. മലയാളത്തിലേക്ക് ഒരു തിരിച്ചു വരവ് നടത്തുന്നതിന് വേണ്ടി ഒരു പുതിയ സിനിമ ഇറങ്ങാൻ പോവുകയാണ്. ഓസ്ലർ, അതായത് മിഥുൻ മാനുവലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഏറെ ശ്രദ്ധേയനായ സംവിധായകനും തിരക്കഥാകൃത്തുമാണ് മിഥുൻ മാനുവൽ എന്ന് ആലോചിക്കണം. ഇനിയിപ്പോൾ മമ്മൂട്ടിയുടെ അടുത്ത സിനിമ മിഥുൻ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ആഘോഷ പരിപാടികൾ നടത്താനിരിക്കുകയായിരുന്നു. ഇപ്പോൾ പൃഥ്വിരാജും അടക്കമുള്ളവർ എറണാകുളത്ത് വന്ന് ഇതിൻ്റെ പബ്ലിസിറ്റി നടത്താനിരിക്കുമ്പോഴാണ് ഒരു വാർത്ത വന്നത്, കണ്ണീരിൽ കുതിർന്നൊരു വാർത്ത. തൊടുപുഴയിലെ മാത്യു എന്ന 10ാം ക്ലാസ്സുകാരൻ ജീവിതവുമായി ബന്ധപ്പെട്ട 13 പശുക്കൾ മരിച്ചു വീണെന്ന വാർത്ത. ആ ചെറുപ്പക്കാരനാണെങ്കിൽ അച്ഛനില്ല, അമ്മയെയും സഹോദരനെയും കുടുംബത്തെയും നോക്കുന്നത് ഈ 13 പശുക്കളെ വളർത്തി പാല് വിറ്റ് പഠിക്കാൻ പോയിട്ടാണെന്ന് അറിയിക്കണം. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ കണ്ണീരും കിനാവും എല്ലാം കണ്ടുകൊണ്ട് വളർന്ന ആ ചെറുപ്പക്കാരനെ ഒരു ദിവസത്തിലാണ് ഈ 13 പശുക്കൾ നഷ്ടമായെന്ന് ആലോചിക്കണം. അതൊരു വലിയ വാർത്തയായി. ആ വാർത്ത ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ജയറാമിൻ്റെ എന്നാലോചിക്കണം. കാരണം ജയറാം അത്തരം വാർത്തകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. മുൻപ് ജയറാം തനിക്കൊരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു. അതിൽ 23 പ്രിയപ്പെട്ട പശുക്കളെ വളർത്തിയിരുന്നാലോചിക്കണം. ശരിക്കും ഗോപാലകൻ എന്ന രീതിയിലാണ് അന്ന് ജയറാം അറിയപ്പെട്ടത്. ജയറാം മാത്രമല്ല, പാർവതിയും തൻ്റെ അടുത്ത ബന്ധുവായിട്ട് തന്നെയാണ് ഈ പശുക്കളെ കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഗോപാലകനായി ഗോപികയായി ഈ ജയറാമും പാർവതിയും ആ ഫാം ഹൗസിൽ അങ്ങനെ ഈ പശുക്കളെ നോക്കിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് എപ്പോഴും ആനയോട് പ്രേമമാണ് ജയറാമിനായിരിക്കും, ചെണ്ടയോട് പ്രേമമാണ്. അങ്ങനെ പ്രണയം പല രീതിയിലാണ് ജയറാമിനുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ജയറാമിൻ്റെ ഈ പശുക്കൾ ഒരു ദിവസം മരിച്ചു വീണ ദുഃഖം, സ്വന്തം വീട്ടുകാർക്കുണ്ടായ മരണത്തിൽ പോലും ഇത്രയധികം ദുഃഖിച്ചിട്ടില്ലാത്ത ജയറാമും പാർവതിയും ഈ പശുക്കൾ ചത്തു വീഴുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞു. അതറിയാം. അതുമാത്രമല്ല, ഈ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ 23 പശുക്കളെയും അടക്കം ചെയ്തപ്പോൾ അന്നുണ്ടായ വേദനയും പൊട്ടിക്കരച്ചിലും ഇന്നും അവരെ പിന്തുടരുന്നൂടെ. ആ വേദന മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പുതിയ വാർത്ത, മാത്യുവിൻ്റെ 13 പശുക്കൾ മരിച്ച വാർത്ത അറിഞ്ഞത്. അപ്പോൾ ജയറാം വേണ്ടപ്പെട്ട എല്ലാവരെയും വിളിച്ചു. നമ്മുടെ ഈ ഫംഗ്ഷന് നമുക്ക് എത്ര രൂപ ചിലവാകും, ആ ഫംഗ്ഷൻ ചിലവ് കുറച്ചാൽ നമുക്ക് എത്ര രൂപ മാറ്റി വയ്ക്കാൻ കഴിയും, നമുക്ക് മാത്യുവിനെ സഹായിക്കണം, അതിൻ്റെ ആദ്യ ഗഡുവ് എന്ന നിലയ്ക്ക് നമുക്ക് സഹായിക്കണം. അങ്ങനെ ആലോചിച്ചു. പൃഥ്വിരാജിനെ വിളിച്ചു, മിഥുൻ മാനുവലിനെ വിളിച്ചു. എല്ലാവരും വിളിച്ച് ആലോചിച്ചപ്പോൾ ചുരുങ്ങിയതൊരു 5 ലക്ഷം രൂപയെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു. എങ്കിൽ ആ 5 ലക്ഷം രൂപ നമുക്ക് മാത്യുവിനെ വീട്ടിൽ ചെന്ന് കൊണ്ട് സഹായിക്കാമെന്നുള്ള തീരുമാനം വന്നു. അങ്ങനെ അവരങ്ങനെ തീരുമാനം എടുത്തപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു ഞാൻ 2 ലക്ഷം കൊടുക്കാം. മമ്മൂട്ടി അറിഞ്ഞപ്പോൾ മമ്മൂട്ടി ആദ്യ ഗഡുവായിട്ട് 1 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് അറിഞ്ഞുകൊണ്ട് മന്ത്രിമാരായ ചിഞ്ചുറാണി, റോഷിൻ അഗസ്റ്റിൻ്റെ എല്ലാം അവിടെ ചെന്ന് ആ ചെറുപ്പക്കാരന് വേണ്ട എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവരെ 5 പശുക്കളെയാണ് ചിഞ്ചുറാണി വാഗ്ദാനം ചെയ്തത്. 5 പശുക്കളെ വാഗ്ദാനം ചെയ്ത് മാത്രമല്ല, ഏകദേശം 1 മാസത്തോളം കാലിത്തീറ്റകളും മിൽമയിൽ നിന്നുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുക്കാമെന്നും മാത്രമല്ല, ബുധനാഴ്ച അതായത് നാളെ മന്ത്രിസഭ ചേരുമ്പോൾ ഈ കാര്യം കൂടുതൽ സംസാരിച്ചുകൊണ്ട് കൂടുതൽ സഹായങ്ങൾ ചെയ്യാമെന്നും ഇരുവരും പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് സഹായത്തിൻ്റെ ഒരു ഘട്ടം, വെറും സഹായം മാത്രമല്ല, പശുക്കളെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ വില അറിയുമെന്ന് ആലോചിക്കണം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു 4 വർഷം മുമ്പ് ഗുജറാത്തിൽ പോയതാണെന്ന് ആലോചിക്കണം. ഗുജറാത്തിൽ പോയപ്പോൾ അവിടെ ഈ വെറൈറ്റി വ്യത്യസ്തമുള്ള പശുക്കളെ കണ്ടു. ലക്ഷങ്ങൾ വരെയുള്ള പശുക്കളായിരുന്നു ആലോചിക്കുക. അതിന് താലോലിക്കുന്നതും നോക്കുന്നതും എല്ലാം കണ്ടു. വാങ്ങാൻ പോയ ആളുടെ കയ്യിൽ അത്രയും പണമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തിരിച്ചു പോയിട്ട് പിന്നീട് എപ്പോഴോ അങ്ങ് 2-3 പശുക്കളെ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയെന്നറിയാം. അപ്പോൾ പശുപാലകർ അതൊരു നമ്മളറിയാം, ആനയെ പരിപാലിക്കുന്നവരുണ്ട്, പശുക്കളെ പാലിക്കുന്നുണ്ട്, കോഴിയെ ഇങ്ങനെ വ്യത്യസ്ത തരം സ്നേഹമുള്ളവരുണ്ടെന്ന് ആലോചിക്കണം. ഒരൊപ്പം ജോലിയും സ്നേഹവും ഒരുമിച്ച് കൊടുത്തുകൊണ്ടാണ് വളർത്തുന്നുണ്ട്. അങ്ങനെ ഈ 15 വയസ്സായി ഈ പയ്യനെന്ന് പറയാൻ പറ്റുള്ളൂ, മാത്യു തൻ്റെ ജീവിതം തന്നെ കുടുംബത്തെ നോക്കിയിരുന്നത് പഠിക്കണം, പഠിച്ച് മിടുക്കനായാൽ മാത്രം പോരാ, ആ ചെറുപ്പക്കാരന് ഭാവിയിൽ ഒരു മൃഗ ഡോക്ടറായി മാറണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ആ മൃഗങ്ങളോടുള്ള സ്നേഹവും വാത്സല്യവും എത്രയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ആ ചെറുപ്പക്കാരാണ് തൻ്റെ ജീവിതോപാധി കൂടിയായ 13 പശുക്കളെ നഷ്ടമായിരിക്കുന്ന ആലോചിക്കണം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു നമ്മുടെ മുൻമന്ത്രിയും
പശുവിനെ വളർത്തുന്ന കൃഷിക്കാരനുമായ ഗായകനുമായ PJ ജോസഫ് ഒരു പശുവിനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത് അറിഞ്ഞ നിമിഷം മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലരും സഹായഹസ്തങ്ങളുമായി മാത്യുവിന് സഹായഹസ്തങ്ങളായി മുന്നോട്ട് വന്നിരിക്കുന്നതായിരിക്കും. ഞാനിത് പറയാനും കാരണമുണ്ട്. കൊല്ലത്തിനടുത്ത് ഒരു പ്രായമായൊരു സ്ത്രീ തൻ്റെ ആടിനെ തൻ്റെ ജീവിത ആടിനെ കൂടി ദുരിതാശ്വാസ നിധി കൊടുത്തതിൻ്റെ പേരിൽ എത്രയോ സന്മനസ്സുകൾ, പിന്നെ അവർക്ക് എത്രയോ ആടുകൾ കൊടുത്തിരുന്ന് ആലോചിക്കണം. അങ്ങനെ നമ്മുടെ നാട്ടിലും വിദേശത്ത് ധാരാളം സുമനസ്സുകളുണ്ട്, മൃഗസ്നേഹികളുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ അവരുടെയൊക്കെ ദയാകാഠിന്യം, അവരുടെയൊക്കെ സഹായം എല്ലാം ഈ ചെറുപ്പക്കാരൻ ഉണ്ടാകുമെന്ന് നമുക്ക് സംശയമില്ല. മാത്രമല്ല ആ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു മൃഗഡോക്ടറായി തീരട്ടെ, മൃഗസ്നേഹിയായി തീരട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ സഹായം എത്രയായിരിക്കും? ഈ മൊത്തം ഒരു വില ഇട്ടുകൊണ്ടിരിക്കുകയാണത്. ഈ 13 പശുക്കൾ എന്ന് പറയുമ്പോൾ പശുക്കൾ വിവിധ ഇനങ്ങളിലുള്ളതാണ്. പല തരത്തിലാണ് പശുക്കൾക്ക് വില, പല തരത്തിലാണ് ഈ പശുക്കൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ചില പശുക്കൾക്ക് ഔഷധ മൂല്യമുള്ള പാലുകൾ കൊടുക്കാം. അവരുടെ പാലിന് ഒരു ലിറ്റർ തന്നെ ആയിരക്കണക്കിന് രൂപ വിലയുള്ള പാലുമുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ ഏതെല്ലാം തരത്തിൽപ്പെട്ട പശുക്കളാണ് ഈ ചെറുപ്പക്കാരനുള്ളത് എന്നൊരു ചോദ്യവും അന്വേഷണവും വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സഹായം, അതായത് പശു വളർത്തുന്നത് ചിലർ പുച്ഛത്തോടെ കാണുമെങ്കിലും തൻ്റെ ജീവനായി കരുതിയിരുന്ന ഈ പശുക്കൾ നഷ്ടപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ വല്ലാതായി എന്നാണ് പറയുക. വല്ലാതെ സംശയമൊന്നുമില്ല. നമുക്ക് തന്നെ നമ്മുടെ ഒരാടോ പശുവോ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അതാണ് ജീവിതോപാധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ പൊട്ടിക്കരയുക മാത്രമല്ല, ചിലരൊക്കെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ചിന്തിച്ചവർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും തുടക്കമോ ഈ 10ാം ക്ലാസ്സുകാരൻ ജീവിതത്തെ വലിയ രീതിയിൽ തന്നെയാണ് കാണേണ്ടതും. ആ 10ാം ക്ലാസ്സുകാരനുള്ള സഹായം ഇത് മാത്രം പോരാ, ഇതിൽ ഒതുങ്ങി നിൽക്കാൻ മാത്രം പോയ കൂടുതൽ സഹായഹസ്തങ്ങൾ വരണം. കാരണം അത് പ്രത്യേകിച്ച് പറയാൻ കാരണം മമ്മൂട്ടിയെ സംബന്ധിച്ച് സഹായങ്ങൾ കോടികൾ വാഗ്ദാനം കൊടുക്കുന്നതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ച് ഈ 1 ലക്ഷത്തിൽ ഒതുക്കി നിർത്തിയാൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മമ്മൂട്ടിയുടെ ഈ കാതൽ എന്നുള്ള സിനിമ വിചാരിക്കാത്ത രീതിയിൽ പണം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്ന ആലോചിക്കണം. കണ്ണൂർ സ്ക്വാഡ് അത് നിയന്ത്രണം വിട്ടതിൽ കാശുണ്ടാക്കി കൊടുക്കുന്നില്ല. കാശ് മമ്മൂട്ടിക്കൊരു പ്രശ്നമല്ല, ഇത് വെറും സഹായമല്ല. ഈ സഹായം എത്ര കൊടുത്താലും മതി വരില്ല എന്നാലോചിക്കണം. കാരണം പൃഥ്വിരാജ് പോലും 2 ലക്ഷം കൊടുക്കാമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന മോഹൻലാലിൻ്റെ പേര് പറയാത്തേ എന്നുള്ളത്. മോഹൻലാലിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല. മോഹൻലാലും അത്യാവശ്യം സഹായങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷേ മോഹൻലാൽ ചെയ്യുന്ന സഹായങ്ങൾ പരസ്യപ്പെടുത്തി ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ മോഹൻലാൽ മാത്രമല്ല, ഈ സിനിമാ രംഗത്ത് എത്രയോ ആൾക്കാരുണ്ട് പണം വരുന്നവർ. ഇപ്പം നയൻതാര അറിഞ്ഞാൽ പോലും നയൻതാര വാഗ്ദാനം ചെയ്യും. കാരണം സാധാരണ ലൊക്കേഷനുകളിൽ ഷൂട്ടിംഗ് കഴിഞ്ഞു പോകുമ്പോൾ ലക്ഷങ്ങളാണ് നയൻതാര അവിടെയുള്ള ജോലിക്കാർക്ക് കൊടുക്കുന്നത്. അപ്പം അറിഞ്ഞു വന്നാൽ പലരും സഹായം കിട്ടും. ആ സഹായം നേരായ മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഈ 10ാം ക്ലാസ്സുകാരൻ കൂടുതൽ പശുക്കളെ വാങ്ങി ഫാം ഹൗസ് വലുതാക്കിക്കൊണ്ട് പഠനത്തിൽ ഒന്നാമനായി കണ്ട് ഭാവിയിൽ ഒരു മൃഗ ഡോക്ടറായി തീരുമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ.